ഹായ് ഹലോ നമസ്കാരം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ നമ്മൾ കണ്ണൂരുകാരുടെ സ്വന്തം മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. കേരളത്തിലെ ഒരേയൊരു ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. നമ്മുടെ തലശ്ശേരിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട് മുഴപ്പിലങ്ങാട് എത്താൻ. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ടേക്ക്. ഇവിടെ കയറി വരുന്നിടത്ത് തന്നെ ഒരു പോസ്റ്ററൊക്കെ കാണാം. മറ്റൊന്നുമല്ല, ചില നിബന്ധനകളാണ്. അതായത് വെള്ളത്തിൽ കൂടെ ഡ്രൈവ് ചെയ്യരുത്, കാരണം ടയറുകൾ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്, അത് നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. അതേപോലെ ബീച്ചിൽ വാഹനം ഓടിക്കാനുള്ള വേഗത മണിക്കൂറിൽ 20 കിലോമീറ്ററാണ്. ഇതൊക്കെ നമ്മുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഡ്രൈവിംഗ് ബീച്ചായിട്ട് ഒരൊറ്റ വാഹനം പോലും ഇവിടെ കാണാനില്ലല്ലോ എന്ന്. അത് മറ്റൊന്നുമല്ല, ഇന്ന് കടൽ മണൽ ഖനനത്തിനെതിരെ തീരദേശ ഹർത്താൽ നടക്കുക. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ബീച്ചിലോട്ടേക്ക് പ്രവേശനമില്ല. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് ഒരു വാഹനം പോലും ഇല്ലാതെ കാണുന്നത്. അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവരും വെള്ളത്തിൽ ചീറിപ്പാഞ്ഞുകൊണ്ട് വാഹനം ഓടിച്ച് റീൽസ് എടുക്കുന്നവരുടെയൊക്കെ ആയിട്ട് ബഹളം തന്നെയായിരിക്കും. നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസൊക്കെ കിട്ടിയാലും വാഹനം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി, ഒന്ന് പേടി മാറ്റാൻ വേണ്ടി, ഒന്ന് റോഡിലൊക്കെ ഇറക്കുന്നതിനേക്കാളും മുന്നേ ഒന്നുകൂടെ സെറ്റാക്കി ശരിയാക്കാൻ വേണ്ടി നമ്മൾ വാഹനം ഓടിക്കാറില്ലേ? അങ്ങനെ വരുന്നവരെവിടെ അധികവും. ഞാനും വന്നിട്ടുണ്ട് കേട്ടോ. ലൈസൻസൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഡ്രൈവിംഗൊക്കെ സെറ്റാക്കാൻ ഒരു 5-8 വർഷം മുമ്പാണേ. അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കാൻ ടൂറിസം വകുപ്പ് പണിപ്പുരയിലാണേ. അതിൻ്റെ ഏകദേശം ഒരു 75% പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താമസിയാതെ നമുക്ക് മുഖച്ഛായ മാറിയ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ മറ്റൊരു വീഡിയോ എടുക്കാം. അപ്പോൾ മക്കൾ ഭയങ്കര സന്തോഷത്തോടുകൂടെ വെള്ളത്തിൽ കളിച്ച് രസിച്ച് നടക്കുകയാണ്. നമ്മൾ പറയാറില്ലേ, ഈ കടൽ എത്ര കണ്ടാലും മടുക്കില്ലെന്ന്. അത് സത്യമാട്ടോ. എത്ര നേരം നോക്കി നിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് മടുക്കാത്തൊരു സംഭവമാണ്. ഈ പണ്ടുള്ളവർ പറയുന്നില്ലേ, ആനയെ കണ്ടാലും കടൽ കണ്ടാലും മടുക്കില്ലെന്ന്. അത് ശരിയാട്ടോ. ഇവിടെ ഇതാ മോൻ എന്തൊക്കെയോ എഴുതി. നമ്മൾ ചെറുപ്പത്തിലൊക്കെ മണലിലൊക്കെ എഴുതി നടക്കാറില്ലേ, എന്താ പരശുരാമനോട് തോട്ടെ കടലമ്മ എന്നൊക്കെ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ എഴുതിയത്. നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു. അസ്തമയ സൂര്യൻ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഒരുപാട് നേരം നോക്കി അങ്ങനെ നിൽക്കാൻ തോന്നി. ഏതായാലും കളിച്ചും ചിരിച്ചും ഫോട്ടോസ് എടുത്തും സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ കാണാമെന്ന് പറഞ്ഞ് മൂപ്പരുമല്ലേ വെള്ളത്തിലോട്ടേക്ക് താഴ്ന്നു പോയി. ശരി, പിന്നെ കാണാമെന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോന്നു.